ബന്ധങ്ങളിൽ എപ്പോഴും റിഫ്രഷ് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെ അങ്ങേയറ്റം മനോഹരമായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള റൂളുണ്ട്. 777 റൂൾ എന്നാണ് പറയുക. 777 7 ദിവസം കൂടുമ്പോൾ നിങ്ങളൊരു ഡിന്നറിനോ അല്ലെങ്കിൽ ബീച്ച് സൈഡിലൊന്ന് നടക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ഡെസ്റ്റിനേഷനിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയെടുത്തോ അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടാവില്ല, നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്സ്, അവിടെയൊക്കെ ഒന്ന് പോകണം. അതായത് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കുഞ്ഞ് ഔട്ടിങ്. അത് ഒരുപാടൊന്നും വേണ്ട, ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഒന്ന് നടക്കാൻ പോയാലും മതി. രണ്ടാമത്തത് 7 ആഴ്ചയിലൊരിക്കൽ ഒരു ചെറിയ സ്റ്റേ. 7 ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഒന്നൊരു സ്റ്റെക്കേഷൻ, ഒരു ചെറിയ സ്ഥലത്തേക്ക്, ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കും. നമ്മുടെ വീട്ടിലല്ല, മാറി താമസിക്കും. 7 മാസത്തിലൊരിക്കൽ 7 ദിവസത്തെങ്കിലും ഉഗ്രമായിട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ നടക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിലാവും. ഓ എന്താണ് ഫിറോസ് ഇത് നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞില്ലേ. പക്ഷേ ഇത് നടത്താൻ ശ്രമിച്ചു നോക്കൂ. ഇപ്പൊ ഈ 777 റൂൾ അല്ലെങ്കിൽ 777 എന്നൊക്കെ പറയുന്നത് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്ത റൂളാണ്. അപ്പൊ അത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഔട്ടിങ്ങിന് പോകാൻ പറ്റിയാൽ, ഈ ഔട്ടിങ്ങിന്റെ ഡെസ്റ്റിനേഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇതിന് മുൻപ് പോയിട്ടുള്ള സ്ഥലങ്ങളാകരുതെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ബന്ധം തുടങ്ങിയ, നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിരുന്ന, നിങ്ങൾക്ക് ഒത്തിരിയേറെ ഇഷ്ടമുള്ള ഇടങ്ങളുണ്ട്, അവിടെ പോയാലും മതി. ഇച്ചിരി ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന ബന്ധങ്ങൾക്ക് ഇത് പ്രാവർത്തികമാക്കാനായാൽ സൂപ്പറായിരിക്കും. പ്രാവർത്തികമാക്കാനുള്ള എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. പറയരുത് 777 റൂൾ ഇങ്ങനെ പാലിക്കുകയാണ്, അങ്ങനെ പറയരുത്. പകരം മക്കളെ കൊണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ കലണ്ടറിൽ നോട്ട് ചെയ്തിട്ട് മക്കളെ കൊണ്ട് ഓർമ്മിപ്പിച്ചിട്ട്, മക്കളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പതിയെ പാർട്ട്നേഴ്സ് ഒരുമിച്ചൊരു യാത്ര പോയി നോക്കൂ, കാര്യങ്ങളെ മാറും.